ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് ഇതുപോലെ ക്യൂട്ടായിട്ടുള്ള ഒരു ബേർഡിൻ്റെ രാഖി ചെയ്യാനാണ്. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ബേർഡ് ചെയ്യാനായിട്ട് 4 പ്ലേയുടെ 2 ബേബി സോഫ്റ്റ് കോട്ടൺ യാൺ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. എൻ്റെ കയ്യിൽ അതാണുള്ളത്. നമുക്ക് ഏത് യാൺ വെച്ചിട്ടും ഈ ഒരു രാഖി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ബേർഡിൻ്റെ ബോഡി പാർട്ട് ചെയ്യാനായിട്ട് ഞാൻ ഈ 2 കളറാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതുപോലെ സ്റ്റിക്ക് ചെയ്യാൻ ഒരു ഐസ് സ്റ്റിക്ക് ചെയ്യാൻ ഒരു ഹാഫ് പേൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ 2.5 mm സെറ്റുമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഒരു മാജിക് സർക്കിൾ ചെയ്ത് കൊടുക്കാം. കുറച്ച് ടൈലിൻ്റെ അധികം എടുത്തിട്ട് ഇങ്ങനെ നമുക്ക് ഫിംഗറിലേക്ക് ഇങ്ങനെ ക്രോസ് ആക്കി വെക്കുക. അതിനുശേഷം ഈ ഒരു റൗണ്ട് ഈ ഭാഗം ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ എടുക്കുക. ഇവിടെയാണ് ഞാൻ പിടിച്ചിട്ടുള്ളത്. അതിന് ശേഷം ഈ ഒരു യാണ്, ഈ റണ്ണിങ് യാണ് ഇതിൻ്റെ നമ്മൾ ഇങ്ങനെ എടുത്ത് വലിച്ചാൽ നമുക്ക് സ്ലിപ്പ് നോട്ട് കിട്ടും. അതേപോലെ തന്നെയാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. സ്ലിപ്പ് നോട്ട് ചെയ്യുന്ന പോലെ തന്നെയാണ്. നമുക്കിനി അത്ര വലുപ്പം വേണ്ടെങ്കിൽ ഒരു ഫിംഗറിനോട് ഇങ്ങനെ പിടിക്കുക. എന്നിട്ട് ഈ ഒരു റണ്ണിങ് യാണ് ഇതിൻ്റെ താഴത്തേക്ക് വെക്കുക. എന്നിട്ട് ഇങ്ങനെ പിടിച്ചു കൊടുക്കുക. അപ്പോൾ കുറച്ച് വലിച്ചാൽ മതി. കുറച്ച് വലിക്കുമ്പോൾ നമുക്കിവിടെ ഒരു യാണിങ്ങനെ പൊന്തി വരുന്നത് കാണാം. അതിലേക്ക് നമുക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ചെയിൻ 1 ചെയ്യാം. ഞാൻ ഈ ഒരു കെട്ട് പോലെ കാണുന്നുണ്ടല്ലോ, ഇവിടെയാണ് ഞാൻ പിടിച്ചിട്ടുള്ളത്. ഇവിടെയാണ് നമ്മൾ ഈ 2 ഫിംഗറിനോട് ഇങ്ങനെ പിടിക്കേണ്ടത്. ഈ 2 ഫിംഗർ ഞാൻ ഈ റണ്ണിങ് യാണും പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ വലിക്കുമ്പോൾ നല്ല ടൈറ്റിൽ നിൽക്കും. ഈ ഒരു നമ്മൾ നൂലിങ്ങനെ കെട്ടി പോലെയുള്ള ഒരു ഭാഗം ഉണ്ടല്ലോ, അവിടെയാണ് നമ്മൾ ഫിംഗർ ടൈറ്റാക്കി വെക്കേണ്ടത്. അതിന് ശേഷം നമുക്ക് 1 2 3 3 ചെയിൻ സ്റ്റിച്ച് ചെയ്യുക. ഇനി നമുക്ക് യാൺ ഓവർ ചെയ്യുക. ഈ സ്പേസ്, ഈ റൗണ്ട് ഉണ്ടല്ലോ, ഈ റൗണ്ടിലേക്ക് സെൻറ്ററിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. യാൺ ഓവർ ചെയ്യുക. പിന്നെ മുകളിലേക്ക് വലിക്കുമ്പോൾ നമുക്ക് ഹുക്കിൽ 3 ലൂപ്പ് കിട്ടും. എപ്പോഴും നമ്മൾ മാജിക് സർക്കിൾ ചെയ്യുമ്പോൾ ഈ ഒരു 2 യാൺ ഇങ്ങനെ വരുന്ന യാണുണ്ടല്ലോ, ഈ ഒരു ഭാഗത്താണ് നമ്മൾ ഫിംഗർ വെച്ച് പിടിക്കേണ്ടത്. അപ്പോഴേ നമുക്ക് കറക്റ്റ് മാജിക് സർക്കിൾ കിട്ടുള്ളൂ. അപ്പോൾ ഈ 3 ചെയിൻ കിട്ടും. യാൺ ഓവർ ചെയ്യുക, 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ ഹുക്കിൽ 2 ലൂപ്പ് കിട്ടും. യാൺ ഓവർ ചെയ്യുക, ഈ 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുമ്പോൾ നമുക്കൊരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് കിട്ടും. അപ്പോൾ നമ്മൾ 3 ചെയിൻ ഒരു ഡബിൾ ക്രോഷ്യ ആയിട്ട് കൗണ്ട് ചെയ്യും. ഇപ്പോൾ നമ്മളൊരു ഡബിൾ ക്രോഷ്യ ചെയ്തു. അപ്പോൾ ഫസ്റ്റ് ഡബിൾ ക്രോഷ്യ ചെയ്തു. ഇനി നമുക്ക് സെയിം തന്നെ സെൻറ്ററിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. 2 3 4 5. അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗം ഇങ്ങനെ തന്നെ പിടിക്കണം കേട്ടോ, അല്ലെങ്കിൽ നമുക്ക് സ്റ്റിച്ചസ് മാറിപ്പോവും. ഇങ്ങനെ കെട്ട് വരുന്ന ഈ ഒരു ഇങ്ങനെ കെട്ട് വരുന്ന ഭാഗം ഉണ്ടല്ലോ, ഈ ഭാഗത്താണ് ഞാൻ ഫിംഗർ പിടിക്കുന്നത്. ഇപ്പോൾ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞത് ബിഗിനേഴ്സിന് ഹെൽപ്പ് ആയിക്കോട്ടെ വെച്ചിട്ടാണ്. അപ്പോൾ 1 2 3 4 5 5 എണ്ണം ചെയ്തു. 6 7 8 9 10. അതുകൊണ്ട് ഞാൻ ഈ ഫിംഗർ ഇവിടെ നിന്ന് എടുത്തിട്ടില്ല, ഇവിടെ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ തന്നെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. 11 11 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തു. നമ്മൾ ഫസ്റ്റ് ചെയ്ത 3 ചെയിനും നമ്മളൊരു ഡബിൾ ക്രോഷ്യ ആയിട്ട് കൗണ്ട് ചെയ്യും. അങ്ങനെ ടോട്ടൽ നമുക്ക് 12 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് കിട്ടും. ഇനി നമുക്ക് ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഈ ഒരു ഭാഗത്താണ് നമ്മൾ ഇത്രയും നേരം പിടിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഈ ഒരു ടൈലൻഡ് നമുക്ക് വലിച്ച് ടൈറ്റാക്കി കൊടുക്കാം. ഉണ്ടോ, ടൈറ്റ് ആകുമ്പോൾ ആ ഒരു സർക്കിൾ ഇവിടെ റിമൂവ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഫസ്റ്റ് ചെയ്ത 1 2 3 ചെയിനിൻ്റെ ടോപ്പിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. നമുക്കൊരു സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. യാൺ ഓവർ ചെയ്യുക. പിന്നെ മുകളിലേക്ക് വലിക്കുമ്പോൾ 2 ലൂപ്പ് കിട്ടും. ഒരു ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ നമ്മളൊരു സ്ലീവ് സ്റ്റിച്ച് ചെയ്തു. അപ്പോൾ നമ്മൾ ഫസ്റ്റ് റൗണ്ട് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ചെയിൻ 1 ചെയ്യുക. നമ്മൾ യാണ് കട്ട് ചെയ്ത് കൊടുക്കുക.
ശേഷം നമുക്ക് ഈ ആണ് വലിച്ചിട്ട് പുറത്തേക്ക് എടുക്കാം, ടൈറ്റാക്കി കൊടുക്കാം. ഈ ആണ് നമ്മൾ ഒന്ന് ആദ്യം ഫ്രണ്ട് സൈഡിലേക്കും പിന്നെ ബാക്ക് സൈഡിലേക്കും എടുത്തിട്ട് നമുക്കതൊന്ന് ഹൈഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ രണ്ട് ആണ് ഒന്നിച്ച് നമുക്ക് കൂട്ടി കെട്ടി കൊടുക്കാം. ഈ രണ്ട് കെട്ടി കൊടുത്തതിന് ശേഷം ഇവിടെ വെച്ചിട്ട് നമുക്ക് യാണ് കട്ട് ചെയ്യാം. ഇങ്ങനെ യാണ് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് റൗണ്ട് ഇവിടെ കംപ്ലീറ്റ് ആയപ്പോൾ നമുക്കൊരു റൗണ്ട് ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഏത് ഭാഗത്തായാലും വേണ്ടിയില്ല, ഇങ്ങനെ നമുക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യാം. അതിന് ശേഷം നമ്മൾ അടുത്ത കളർ എന്ന് പറഞ്ഞത് യെല്ലോ ആണ്. യെല്ലോ എടുക്കുക, ഏത് കളർ വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ചൂസ് ചെയ്യുന്നത് യെല്ലോ ആണ്. അപ്പോൾ കുറച്ച് ടൈലൈൻ്റെ അധികം എടുക്കുക. അതിന് ശേഷം യാണോ ചെയ്യുക, പിന്നെ മുകളിലേക്ക് വലിക്കുക, 2 ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. 1 ഇവിടെ ഇങ്ങനെ ഫിംഗർ, ഈ ഒരു ഫിംഗറിനെ കൊണ്ട് ഇവിടെ ഇങ്ങനെ ടൈറ്റാക്കി പിടിച്ചു കൊടുക്കുക. 1 2 2 ചെയിൻ സ്റ്റിച്ച് ചെയ്യാം. ഇനി നമുക്ക് യാണോ ചെയ്തിട്ട് സെയിം തന്നെ ഒരു ഹാഫ് DC ചെയ്ത് കൊടുക്കുക. 3 ലൂപ്പ് കിട്ടും. യാണോ ചെയ്യുക, 3 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. ഇനി നമുക്ക് എല്ലാ ചെയിനിലും ഓരോ 2 ഹാഫ് DC എന്നുള്ളത് ചെയ്യാം. ഇപ്പോൾ നമ്മൾ 12 സ്റ്റിച്ചാണ് ഫസ്റ്റ് റൗണ്ടിൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അടുത്തതിൽ നമ്മൾ 24 എണ്ണം ചെയ്യണം. അപ്പോൾ ഇവിടെ 2 എണ്ണം ചെയ്തു, അടുത്തതിലും 2 എണ്ണം ചെയ്തു. മൂന്നാമത്തെ സ്റ്റിച്ചിലും നമുക്ക് 2 ഹാഫ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാം. ഇനി നാലാമത്തെ സ്റ്റിച്ചിലും 2 എണ്ണം ചെയ്യാം, 2 ഹാഫ് DC ചെയ്യാം. അഞ്ചാമത്തെ സ്റ്റിച്ചിലും 2 ഹാഫ് DC ചെയ്യുക. അങ്ങനെ നമ്മൾ എല്ലാ സ്റ്റിച്ചിലും 2 ഹാഫ് DC 2 ഹാഫ് DC വീതം അങ്ങനെ ചെയ്ത് കൊടുക്കാം. ഉണ്ടോ, എല്ലാ സ്റ്റിച്ചിലും നമ്മൾ 2 എണ്ണം 2 എണ്ണം 2 എണ്ണം 2 എണ്ണം അങ്ങനെ ചെയ്തിട്ട് ചുറ്റിലും ഇതുവരെ ചെയ്തിട്ട് നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ നമ്മളിവിടെ ചുറ്റിലും 2 എണ്ണം 2 എണ്ണം വീതം ചെയ്തപ്പോൾ 24 സ്റ്റിച്ചസ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഓരോന്നിലും 2 എണ്ണം വീതം ചെയ്തു. ഇനി നമ്മൾ ഫസ്റ്റ് 2 ചെയിൻ ചെയ്ത ആ ടോപ്പിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യാം. സെക്കൻഡ് ചെയിനിൻ്റെ ടോപ്പിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യാം. യാണോ ചെയ്യുക, പിന്നെ മുകളിലേക്ക് വലിക്കുമ്പോൾ ഹുക്കിൽ 2 ലൂപ്പ് കിട്ടും. ഒരു ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. ചെയിൻ 1 ചെയ്യുക, യാണ് കട്ട് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം യാണ് വലിച്ച് ടൈറ്റാക്കി കൊടുക്കുക. നേരത്തെ ചെയ്തതുപോലെ തന്നെ ഫ്രണ്ട് സൈഡിലേക്കും പിന്നെ ബാക്ക് സൈഡിലേക്ക് കൊടുക്കുക. കട്ട് ചെയ്ത യാണാണ് ഇത്. നമുക്ക് ഈ 2 യാണ് വെച്ചിട്ട് നമ്മൾ നേരത്തെ എടുത്തിട്ടുള്ള ടൈലൻ്റാണ്. ഈ ഒരു ടൈലൻ്റും ഇതും കൂടിയും പിടിച്ചിട്ട് ഒന്ന് കൂട്ടി കെട്ടി കൊടുക്കുക. അതിന് ശേഷം യാണ് കട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ സെക്കൻഡ് റൗണ്ട് ഇവിടെ കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുക. ഇനി തേർഡ് റൗണ്ട് ചെയ്യാം. തേർഡ് റൗണ്ടിൽ നമുക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഏത് ഭാഗത്ത് വേണമെങ്കിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്യാം. ഹുക്ക് ഇൻസേർട്ട് ചെയ്യാം. നമുക്ക് ഈ ബ്ലൂ കളർ യാണാണ് യൂസ് ചെയ്യുന്നത്. വൺ ടു ചെയിൻ ചെയ്യുക. സെയിം തന്നെ ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. നമ്മൾ എല്ലാ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ എന്നുള്ള പാറ്റേൺ ആണ് ചെയ്യുന്നത്. 1 അടുത്തതിൽ ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യുക. അടുത്ത സ്റ്റിച്ചിൽ ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. അടുത്തതിൽ 1, അടുത്ത സ്റ്റിച്ചിൽ 1. നമുക്ക് എല്ലാ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഓരോ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് വീതം ചെയ്ത് കൊടുക്കാം.
ചുറ്റിലും ചെയ്ത് കൊടുക്കാം. നിങ്ങൾ ബിഗിനേഴ്സ് ആണെങ്കിൽ ഫസ്റ്റ് നമുക്ക് വീഡിയോ നോക്കിയിട്ട് ഓരോ റൗണ്ട് എഴുതി വെക്കുക. ഫസ്റ്റ് റൗണ്ട് നമ്മൾ മാജിക് സർക്കിൾ ചെയ്തിട്ട് 3 ചെയിൻ ചെയ്യുക, എന്നിട്ട് 11 DC ചെയ്യുക, അങ്ങനെ എഴുതി വെക്കുക. എന്നിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാന്ന് എഴുതി വെക്കുക. അതിന് ശേഷം നിങ്ങൾ ആ ഒരു റൗണ്ട് ചെയ്യുക. പിന്നെ നമ്മൾ ആ റൗണ്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അടുത്ത റൗണ്ട് നോക്കുക. അടുത്ത റൗണ്ടിൽ നമ്മൾ ഹാഫ് DC ആണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഹാഫ് DC 2 സ്റ്റിച്ച്, ഒന്നിൽ 2 സ്റ്റിച്ച് വീതമാണ് ഹാഫ് DC ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുപോലെ എഴുതി വെക്കുക. എഴുതി വെച്ചതിന് ശേഷം സെക്കൻഡ് റൗണ്ട് ചെയ്യുക. പിന്നെ തേർഡ് റൗണ്ടിൽ നമ്മൾ സിംഗിൾ ക്രോഷേ സ്റ്റിച്ചാണ് ചെയ്യുന്നത്, അത് എഴുതി വെക്കുക. അപ്പോൾ ഓരോ റൗണ്ട് എഴുതി വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് തെറ്റാതെ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ ഓരോ റൗണ്ടിൽ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ എന്നുള്ള പാറ്റേൺ ചുറ്റിലും ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് നമ്മൾ 2 ചെയിൻ ചെയ്ത ആ ഫസ്റ്റ് ചെയിനിൽ സെക്കൻഡ് ചെയിൻ 2 ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് ഈ ഒരു സിംഗിൾ ക്രോഷേ ചെയ്ത അവിടെ നമുക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ റൗണ്ട് കഴിയുമ്പോൾ 24 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് തന്നെയാണ് കിട്ടുക. ഇനി നമുക്ക് ഇവിടുന്ന് 7 ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. 1 2 3 4 5 6 7 7 ചെയിൻ സ്റ്റിച്ച് ചെയ്യുക. ഇത് നമ്മൾ ചെയിനായിട്ട് കണക്കാക്കൂല, ഇത് നമ്മൾ ലൂപ്പാണ്. അപ്പോൾ ഇവിടുന്ന് 1 2 2 ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് യാൺ ഓവർ ചെയ്യുക. ഈ തേർഡ് ചെയിനിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. യാൺ ഓവർ ചെയ്യുക. ഹുക്കിന് മുകളിലേക്ക് വലിക്കുമ്പോൾ ഹുക്കിൽ 3 ലൂപ്പ് കിട്ടും. യാൺ ഓവർ ചെയ്യുക. ഈ 3 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുമ്പോൾ നമുക്കൊരു ഹാഫ് ഡബിൾ ക്രോഷേ കിട്ടും. ഇനി അടുത്ത ചെയിനിലും സെക്കൻഡ് ചെയിനിൽ ഒരു ഹാഫ് ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. തേർഡ് ചെയിനിലും ഒരു ഹാഫ് ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. ഫോർത്ത് ചെയിനിലും ഒരു ഹാഫ് ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. ഫിഫ്ത്ത് ചെയിനിലും നമുക്ക് ഒരു ഹാഫ് ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ നമ്മൾ 5 ചെയിനിലും ഓരോ ഹാഫ് ഡബിൾ ക്രോഷേ സ്റ്റിച്ച് വീതം ചെയ്തു. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് ഇതിൻ്റെ ടെയിലാണ് കിട്ടുന്നത്. ഇനി ഒരു ചെയിൻ, ഇവിടെയുള്ള ഒരു ചെയിൻ, ഈ ഒരു ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത ചെയിനിലേക്ക് നമുക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഒരു ചെയിൻ സ്കിപ്പ് ചെയ്തിട്ടാണ് നമ്മൾ സ്ലീവ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇവിടുന്ന് 5 സ്ലീവ് സ്റ്റിച്ച് ചെയ്യാം. 1 2 3 4 5 നമുക്കിവിടെ 5 സ്ലീവ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 5 സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ഹെഡിൻ്റെ പോർഷനാണ് ചെയ്യാനുള്ളത്. അതിനായിട്ട് നമുക്ക് ഒരു ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട്, ഇവിടെയുള്ള ഈ ഒരു ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത ചെയിനിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. അണവർ ചെയ്ത് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഒരു ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത ചെയിനിലേക്ക് അണവർ ചെയ്ത് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് ആ ഒരു സെയിം സ്പേസിൽ തന്നെ നമ്മൾ 10 ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 1 2 3 4 5 6 7 8 9 10. അപ്പോൾ നമ്മളിവിടെ സെയിം സ്പേസിൽ 10 ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്റ്റിച്ചസ് കൗണ്ട് ചെയ്ത് നോക്കുക, കറക്റ്റ് ആണോ നോക്കുക. ഇനി നമ്മൾ ഈ ഒരു സെയിം സ്പേസിൽ തന്നെ ഒരു സ്ലീവ് സ്റ്റിച്ച് കൂടി ചെയ്യുകയാണ്. സ്ലീവ് സ്റ്റിച്ച് ചെയ്യുക.
സ്ലിപ്പ് സ്റ്റിച്ച് റെഡി ആയിട്ടില്ല. നമുക്കൊന്നും കൂടി റിമൂവ് ചെയ്തിട്ട് ഒന്നും കൂടി കറക്റ്റ് ചെയ്ത് ചെയ്യാം. അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അപ്പം തന്നെ നിങ്ങൾ കറക്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോഴേ നമുക്ക് കറക്റ്റ് നീറ്റ് കിട്ടുള്ളൂ. സെയിം സ്പേസിൽ തന്നെ നമുക്കൊരു സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ബേർഡിൻ്റെ ആ ഒരു ഹെഡിൻ്റെ പോർഷന് നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാ ചെയിനിലും ഓരോ സ്ലീപ്പ് സ്റ്റിച്ചിന് വീതമുള്ള നമ്മൾ ചെയ്യാണ്. ലാസ്റ്റ് ആ ഒരു ടെയിലിൻ്റെ ആ ഒരു ലാസ്റ്റ് എത്തുന്നവരെ നമ്മളിങ്ങനെ ഓരോ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എല്ലാ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്യണം, സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്യണം. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. ഇത് നമുക്ക് രാഖി ആണ് നമ്മളിപ്പോൾ ചെയ്യുന്നതെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ ഒക്കെ സ്റ്റിച്ച് ചെയ്തിട്ട് ബേബീസിൻ്റെ ഡ്രസ്സിൽ അതുപോലെ ഹെയർ ക്ലിപ്പൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇത് ഒരുപാട് കളേഴ്സിൽ നമുക്കിത് ചെയ്തെടുക്കാം. നല്ല ക്യൂട്ടായിട്ട് ഇത് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇത് ഞാനിപ്പോൾ 4 പ്ലേ ആണ് വെച്ചിട്ടാണ്. അപ്പോൾ ഒരു മീഡിയം സൈസിലുള്ള ഒരു ബേർഡാണ് നമുക്കിവിടെ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിലും ചെറിയ സൈസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മളിപ്പോൾ യൂസ് ചെയ്തിട്ടുള്ളത് 4 പ്ലേ ആണാണ്. അപ്പോൾ നിങ്ങൾ 2.5 mm 2 പ്ലേയുടെ ഹുക്ക് യാണ് യൂസ് ചെയ്യുക. അതുപോലെ നമ്മൾ പിന്നെ യൂസ് ചെയ്യുമ്പോൾ 2 mm ഹുക്ക് സെറ്റും യൂസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ചെറിയ സൈസിലുള്ള ബേർഡൊക്കെ ചെയ്തെടുക്കാൻ പറ്റും. ഇത് ഒരുപാട് കളേഴ്സിൽ ചെയ്യുക. അപ്പോൾ ഇതിലും വലുത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ 8 പ്ലേ ആണ് യൂസ് ചെയ്യുക. അപ്പോൾ അങ്ങനെ യാണും ഹുക്ക് സെറ്റും ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നതിനനുസരിച്ചിട്ട് നമുക്ക് ഇത് വലുതും ചെറുതൊക്കെ ചെയ്തെടുക്കാം. പാറ്റേൺസ് ഒക്കെ കറക്റ്റാണ്. സെയിം സ്റ്റിച്ചസ് ഒക്കെ തന്നെ ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്തിട്ട് ലാസ്റ്റിൽ ഈ ഒരു ടെയിലിൻ്റെ ഈ ഒരു ഭാഗത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്യാം. ചെയിൻ 1 ചെയ്യുക. നമുക്ക് യാണ് കട്ട് ചെയ്ത് കൊടുക്കാം. യാണ് കട്ട് ചെയ്യാം. യാണ് വലിച്ച് ടൈറ്റാക്കി കൊടുക്കാം. അപ്പോൾ നമ്മളെ ബേർഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനൊരു ബീക്ക്, അതിൻ്റെ ഒരു കൊക്ക് വെക്കാനുള്ളൂ. ബാക്കിയൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കളേഴ്സ് നമ്മളിപ്പോൾ ഈ 2 കളേഴ്സാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഒരുപാട് കളേഴ്സിൽ ഇത് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇനി നമ്മൾ ഈ ഒരു യാണ് ആദ്യം നമുക്കിങ്ങനെ മുന്നിലേക്കും ബാക്കിലേക്കും എടുത്തിട്ട് ഒന്ന് ഹൈഡ് ചെയ്ത് കൊടുക്കാം. അല്ല അവിടെ നിന്ന് തന്നെ കട്ട് ചെയ്യുമ്പോൾ അത് ഊരി പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ മുന്നിലേക്കും ബാക്കിലേക്കും ഇങ്ങനെ എടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള ഒരു സ്റ്റാർട്ടിങ്ങിൽ ചെയ്തിട്ടുള്ള ഒരു യാണുണ്ട്. ആ യാണിൻ്റെ കൂടെ ഒന്ന് കൂട്ടി കൊടുക്കുക. ഇനിയിപ്പോൾ യാണില്ലെങ്കിലും 1-2 പ്രാവശ്യം ഇങ്ങനെ നമുക്ക് മുന്നിലേക്കും ബാക്കിലേക്കും എടുത്തിട്ട് ബാക്കി വരുന്ന യാണ് കട്ട് ചെയ്ത് കൊടുത്താലും കുഴപ്പമില്ല. നമ്മൾ അവിടെ നിന്ന് തന്നെ കട്ട് ചെയ്യുമ്പോൾ ഈ സ്റ്റിച്ചസൊക്കെ ഇളകി പോരാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ബേർഡിൻ്റെ ഞാനിപ്പോൾ ഇവിടെ എനിക്ക് യാണ് നേരത്തെ ടൈലൻഡ് എടുത്തിട്ടുള്ള ഒരു യാണാണിത്. ആ യാണ് ഇവിടെ ഉള്ളതുകൊണ്ട് ഞാനത് രണ്ടും ഒന്നിച്ച് പിടിച്ചിട്ട് കെട്ടി കൊടുക്കുകയാണ്. അതിന് ശേഷം നമുക്ക് ബാലൻസ് വരുന്ന യാണ് കട്ട് ചെയ്ത് ഒഴിവാക്കി കൊടുക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു സ്റ്റിച്ചസ് നല്ല കറക്റ്റിൽ റെഡിയിൽ കിട്ടും. അല്ലെങ്കിൽ നമുക്കിങ്ങനെ അത് ഇളകി പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ എപ്പോഴും ചെയ്യുമ്പോൾ ഏത് സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിലും നമ്മൾ യാണ് കട്ട് ചെയ്യുമ്പോൾ ചെയ്ത ഭാഗത്തു നിന്ന് തന്നെ കട്ട് ചെയ്യരുത്. 1-2 സ്ഥലത്തേക്ക് ഒന്ന് കെട്ടി കൊടുത്തതിന് ശേഷം മാത്രം കട്ട് ചെയ്ത് കൊടുക്കുക. അത് എല്ലാ വർക്ക് ചെയ്യുമ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനിവിടെ ഈ ബാലൻസ് വരുന്ന യാണ് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ ബേർഡിൻ്റെ ബോഡി കിട്ടിയിട്ടുണ്ട്. ബേർഡ് ഏകദേശം ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഒരു ബീക്കാണ് നമുക്ക് ചെയ്തെടുക്കാനുള്ളത്. ഈ ഒരു ബീക്കിൻ്റെ പോർഷന് ചെയ്യാനായിട്ട് ഞാനിവിടെ യെല്ലോ കളർ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതിന് മുന്നേ നമുക്കിവിടെ ഇതിൻ്റെ കണ്ണ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഞാൻ ഹാഫ് പേളാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് മുത്തുണ്ടെങ്കിൽ മുത്തൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താലും മതി. ഹാഫ് പേളാകുമ്പോൾ ഒന്നൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. ഇത് നമുക്ക് ചെയ്യാനുള്ളത് ഇതിൻ്റെ ബീക്കാണ്. ബീക്ക് നമ്മൾ യെല്ലോ കളർ ബീക്കാണ് ചൂസ് ചെയ്യുന്നത്. നമ്മൾ ആ ലാസ്റ്റ് സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്ത ആ തൊട്ടടുത്ത ലാസ്റ്റ് ഡബിൾ ക്രോഷേൻ്റെ ആ ഒരു ഭാഗത്ത് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. റൺവർ ചെയ്യുക. ഹുക്കിൻ്റെ മുകളിലേക്ക് വലിക്കുക. 1 2 3 3 ചെയിൻ സ്റ്റിച്ച് ചെയ്യുക. ഒരു ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് തൊട്ടടുത്ത ചെയിനിലേക്ക് നമുക്കൊരു സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഈ ഒരു ബ്ലൂ ഭാഗം ഉണ്ടല്ലോ, നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ആ ഭാഗത്തേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്യാം.
ഇനി നമുക്ക് തൊട്ടടുത്ത സെയിം തന്നെ തൊട്ടടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു സ്ലീവ് സ്റ്റിച്ച് കൂടി ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ ടോട്ടൽ 3 സ്ലീവ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ചെയിൻ 1 ചെയ്ത് നമുക്ക് യാൺ കട്ട് ചെയ്യാം. അതിന് ശേഷം യാൺ ഇങ്ങനെ വലിച്ചിട്ട് ടൈറ്റാക്കി കൊടുക്കുക. അപ്പോൾ നമുക്ക് ബീക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ ഒരു യാൺ ബാക്ക് സൈഡിലേക്ക് വലിച്ചു കൊടുക്കുക. ഹുക്ക് ബാക്ക് സൈഡിൽ നിന്ന് ഫ്രണ്ടിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. എന്നിട്ട് ഈ ഒരു യാൺ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ എടുത്തിട്ട് ഇപ്പം ബീക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് രണ്ടും ഒന്ന് ഒരുമിച്ച് പിടിച്ചിട്ട് കെട്ടിക്കൊടുക്കുക. നല്ലോണം ടൈറ്റാക്കി കെട്ടിക്കൊടുക്കുക. എന്നിട്ട് ബാലൻസ് വരുന്ന യാൺ കട്ട് ചെയ്ത് റിമൂവ് ചെയ്യുക. 2 പ്രാവശ്യം കെട്ടിക്കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു ഭാഗം കട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ബീക്ക് ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൽ നമുക്ക് കണ്ണ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാനുണ്ട്. പിന്നെ ബീഡ്സൊക്കെ വെച്ചിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ആ ഒരു കൈമലേക്ക് കെട്ടുന്ന ഒരു ബാൻഡ് ചെയ്തെടുക്കാം. ബാൻഡ് ചെയ്യാനായിട്ട് നമുക്ക് ഒരു ബീക്കിൻ്റെ ആ ഒരു 1-2 സ്റ്റിച്ച് വിട്ടിട്ട് നമുക്ക് ഈ യാൺ ഇങ്ങനെ വലിച്ചു കൊടുക്കാം. ഏകദേശം അളവ് എടുത്തതിന് ശേഷം നമുക്ക് യാൺ ഇങ്ങനെ എടുത്തിട്ട് ഒരു ചെയിൻ ഇട്ട് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് എത്രയാണോ അളവ് വേണ്ടത് അവിടെ വെച്ചിട്ട് കട്ട് ചെയ്യാം. യാൺ കട്ട് ചെയ്യാം. എന്നിട്ട് ഈ ഒരു യാൺ ഇങ്ങനെ വലിച്ചു കൊടുക്കുമ്പോൾ ഇവിടെ നമുക്ക് ഒരു നോട്ട് അവിടെ റെഡി ആയിട്ടുണ്ട്. ആ ഒരു ഭാഗം റെഡിയായി കിട്ടിയിട്ടുണ്ട്. അതുപോലെ നമുക്ക് മറ്റേ ഭാഗത്തും ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് അടുത്ത ഭാഗം ചെയ്യാനായിട്ട് എത്രയാണോ നമ്മൾ നേരത്തെ എടുത്തിട്ടുള്ളത് അത്രയും ലെങ്ത്തിൽ നമുക്ക് 2 മടക്കിൽ ഇങ്ങനെ ഇതിങ്ങനെ ലെങ്ത്ത് കറക്റ്റ് ആക്കിയിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. മറ്റേതും രണ്ടും ഒരേ വലിപ്പം കിട്ടാനാണ് സെയിം അളവ് മെഷർമെൻ്റ് എടുത്തിട്ട് കട്ട് ചെയ്യുക. അതിന് ശേഷം നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് നോക്കിയിട്ട് അതിങ്ങനെ ടെയിലിൻ്റെ അടിഭാഗത്തേക്കാണ് ഞാൻ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഈ ഒരു യാൺ ഇങ്ങനെ വലിക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഉള്ളിലൂടെ ഈ യാൺ ഇങ്ങനെ എടുത്തിട്ട് ഇപ്പോൾ 2 ഭാഗത്തും നമുക്ക് ബാൻഡ് ഇവിടെ അറ്റാച്ച് ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയൊരു പാറ്റേൺ ആണിത്. കണ്ടോ, അങ്ങനെ വെച്ചിട്ട് നമുക്ക് കയ്യിലൊക്കെ വെച്ച് കെട്ടി നോക്കുക. എന്നിട്ട് അതിനനുസരിച്ചിട്ടുള്ള ബാൻഡിൻ്റെ മെഷർമെൻറ്റ് എടുക്കുക. എന്നിട്ട് നമുക്കിതിൽ വേണമെങ്കിൽ ബീഡ്സൊക്കെ വെച്ച് കൊടുക്കുക. സെൻറ്ററിലും പിന്നെ ഈ ഒരു ബാൻഡിലൊക്കെ നമുക്ക് ബീഡ്സൊക്കെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഒരു കണ്ണിവിടെ ഹാഫ് പേളാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഹാഫ് പേൾ വെച്ചിട്ട് നമുക്ക് വർക്ക് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ബേർഡിൻ്റെ രാഖി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായിട്ട് ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. നമുക്കിവിടെ സെൻറ്ററിൽ ഞാനൊരു വൈറ്റ് ബീഡ്സ് വെക്കുന്നുണ്ട്. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് താങ്ക് യു ഫോർ സബ്സ്ക്രൈബിങ്.